നമസ്കാരം. BJP സംസ്ഥാന നേതൃത്വം വലിയ പരിങ്ങലിലായിപ്പോയി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതോടുകൂടി. ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ അവരെ പരിങ്ങലിലാക്കിയത്. അവിടെ 10,000-ഓളം വോട്ടുകൾ ഒലിച്ചു പോയതാണ് അവരെ ഏറ്റവും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയത്. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനെ BJPക്ക് അകത്തുള്ള ആൾക്കാർ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. കെ സുരേന്ദ്രൻ മാറണം, കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ രാജി സന്നദ്ധത അറിയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതായിട്ട് നമ്മൾ കണ്ടു. കെ സുരേന്ദ്രനെ BJPയിൽ ഒരു സംഘടനാ സെറ്റപ്പ് വെച്ചിട്ട് 6 വർഷമാണ് ഒരു പ്രസിഡന്റിന്റെ ടെന്യൂർ എന്ന് പറയുന്നത്. കെ സുരേന്ദ്രനെ അതിന് കെ സുരേന്ദ്രന് പകരം ഇനി ആരായിരിക്കും വരാൻ പോകുന്നത്? കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനാണ് ഇവിടുത്തെ പരാജയത്തിൻ്റെ ഒരു കാരണം എന്ന് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. പോരാതെ തന്നെ ചില കൗൺസിലർമാരുടെ പേരിലൂടെ കെ സുരേന്ദ്രൻ, നഗരസഭാ കൗൺസിലർമാരുടെ പേരിലൂടെ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറയുന്നു. ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ള ആരോപണം 16 വാർഡ് കൗൺസിലർമാരെ, മുനിസിപ്പാലിറ്റി കൗൺസിലർമാരെ സ്വാധീനിക്കുകയും വോട്ട് മറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, സന്ദീപ് വാര്യർ പാലക്കാട് നിന്നും കോൺഗ്രസിലേക്ക് പോയല്ലോ BJPയിൽ. ആ സന്ദീപ് വാര്യർക്ക് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം BJPയിലെ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. തീപ്പൊരി പ്രസംഗമൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രൻ്റെ മേൽ കുറ്റം ആരോപിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ പേര് പറഞ്ഞാൽ കെ സുരേന്ദ്രന് ക്ഷീണമായി പോകുമെന്നുള്ളത് കൊണ്ടല്ലേ കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരിലോട്ട് പോകാതെ പാർട്ടിക്കകത്തുള്ളവരുടെ പേരുകൾ ഉന്നയിക്കുന്നത്? പോരാത്തതിന് കേരള പുലയ മഹാസഭ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരള BJP എന്ന് പറയുന്നത് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കടിഞ്ഞാൺ RSS കയ്യിൽ ഏറ്റെടുത്ത് കളകൾ മുഴുവൻ പറിച്ചു കളയണമെന്ന് പറയുന്നുണ്ട്. ഇത് ശരിയാണോ? ഇനി അടുത്തൊരു കാര്യം, കെ സുരേന്ദ്രനെ മാറിക്കഴിഞ്ഞാൽ, കെ സുരേന്ദ്രൻ ടെന്യൂർ അവസാനിക്കുമ്പോൾ മാറിക്കഴിഞ്ഞാൽ പ്രസിഡന്റായിട്ട് വരാൻ ആരാണ് യോഗ്യൻ? ആര് വരും? അല്ലേ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് സുരേന്ദ്രൻ കൊടുത്ത റിപ്പോർട്ടിന് അവരുടെ ഇന്റേണൽ മാറ്ററാണ്. അപ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല. വന്നാൽ സ്ഥിതിക്ക് നമ്മളങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് ഹൈപ്പത്തറ്റിക്കലായി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത്. ഞാൻ പൊതുവെ അങ്ങനെ സംസാരിക്കാറില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ സന്ദീപ് വാര്യരുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, പക്ഷേ അത് അംഗീകരിച്ചതിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയല്ല, അത് സന്ദീപ് വാര്യൻ അങ്ങനെ ഒരു പരിധി കൂടുതലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാരണം സന്ദീപ് വാര്യൻ മാധ്യമങ്ങൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരാളാണ്. അവരെ സംബന്ധിച്ച് അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത് പ്രസ്ഥാനം അത് പിണറായി വിജയൻ പറഞ്ഞ ബക്കറ്റിലെ വെള്ളം പോലെയാണ്. ആ പ്രസ്ഥാനമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ഇമ്പാക്റ്റ് ഉള്ളൂ. ഇപ്പം സന്ദീപിന് ഇമ്പാക്റ്റ് ഉണ്ടോ? ഇല്ല. അത് BJPയുടെ ഇമ്പാക്റ്റാണ്. അപ്പോൾ പാലക്കാട് പിന്നെ എങ്ങനെയാണ് ഇത്ര വോട്ട്? അല്ല, അത് അവിടെ ഞാൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് പറഞ്ഞാൽ പിന്നെയും അതൊരു പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കുറച്ചുകൂടി അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം ശോഭാ സുരേന്ദ്രനെ സമയം വളരെ കാലം അവരുണ്ട് പ്രസ്ഥാനത്തിലുണ്ട്. സന്ദീപിനെ പോലെ കഴിഞ്ഞൊരു ഇലക്ഷൻ സമയത്ത് അങ്ങ് സജീവമായിട്ട് വന്നല്ല. ആ ലൈം ലൈറ്റിൽ തന്നെ ഉണ്ട്. അവർ താഴെത്തട്ട് പ്രവർത്തകരായിട്ട് അവർ ബന്ധമുണ്ട്. അവർ ഇടപെടും. ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഗുണം അവർക്കാണ്. മുരളീധരനുണ്ട് ഈ ഗുണം. മുരളീധരൻ ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, മുരളീധരൻ ഇടപെടുന്ന ഒരാളാണ്. അപ്പം ശോഭയ്ക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ശോഭ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ശോഭ ഈ പറഞ്ഞ BJP സെൻട്രൽ ലീഡർഷിപ്പിന് എന്തുകൊണ്ടോ താല്പര്യമുള്ള, എന്തുകൊണ്ടോ അവർ ലേഡി ആയതുകൊണ്ട്, അവർ ഫയർ ബാൻഡ് ആയതുകൊണ്ടാണ്. ലേഡി എന്ന് വെച്ചാൽ അവർക്ക് മോഡിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെ ഈ ബേട്ടി ബച്ചാവോ ആണല്ലോ. അപ്പോൾ ആ ഒരു എന്താ പറയുക വാത്സല്യം അവരോടുണ്ട്. അതുകൊണ്ട് സ്വന്തം കുഴി തോണ്ടുന്ന പരിപാടിക്ക് അവർ നിലവിൽ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ആ കാര്യത്തിൽ. രണ്ട്, ഇനിയിപ്പോൾ പ്രസിഡന്റ് ഇപ്പം സുരേന്ദ്രനെ അപമാനിച്ച് പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJPയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമൊന്നുമല്ല അവിടെ 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ അവർ 2ാം സ്ഥാനം അവർ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ തവണ അവർക്ക് ഇത്രയും സീറ്റ് കിട്ടിയത് ചിലപ്പോൾ ധനുഷ് പോയി മത്സരിച്ചാൽ ചിലപ്പം കിട്ടുന്ന ഒരു വോട്ടുണ്ട്. അത് ധനുഷ് എന്നുള്ള ഈ മീഡിയ പ്രവർത്തനം കിട്ടുന്ന വോട്ടാണ്. അതുകൊണ്ട് ഈ ശ്രീധരൻ സാറിനോട് പറ്റിയ ആളുകൾ പൊതുവെ ഒരു ബഹുമാനമുണ്ട്. അത് ശ്രീധരൻ സാറിന് കിട്ടിയ വോട്ടാണ്. പക്ഷേ ശ്രീധരൻ സാറിനോട് അപ്പുറത്ത് നിന്നത് ഷാഫി പറമ്പിലായിരുന്നു. ആയിക്കോട്ടെ, കൃഷ്ണകുമാർ അവിടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പുറത്ത് നിന്നത് അടൂരിൽ നിന്ന് വന്ന രാഹുൽ മാങ്കുട്ടമാണ്. അങ്ങനെ ഒരു വാദം അവിടെ നമുക്ക് അല്ല. രണ്ട് കാര്യമുണ്ട്. ശ്രീധരൻ സാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ എവിടെ കൊണ്ടു നിർത്തിയാലും സ്വന്തം നിലയിൽ വോട്ടിടിക്കാൻ ശേഷിയുള്ള, മിഡിൽ ക്ലാസിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അവിടെ ഷാഫിക്ക് വോട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഒരു ലിബറൽ ഹിന്ദുവിനെ സംബന്ധിച്ച് ഷാഫി ആണോ അതല്ലെങ്കിൽ ഇദ്ദേഹമാണോ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം തന്നെ, ശ്രീധരൻ സാർ തന്നെയാണ്. രാഷ്ട്രീയമില്ലെങ്കിൽ ഷാഫി ഒരു പൊളിറ്റീഷ്യനാണ്. ഹി ഹാസ് ലിമിറ്റേഷൻ. ശ്രീധരൻ സാറിന് വിഷ്ണുതയാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടും. ആ വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പം പിന്നെ അവിടെ അവർക്ക് പ്രത്യേകിച്ച് പിന്നെ കൃഷ്ണകുമാർ എന്ന നാട്ടുകാരൻ തന്നെയാണ്, അവിടെ പ്രവർത്തിച്ച ആളാണ്. താഴത്തെ അവിടെ ഒരു നാട്ടിൽ നിൽക്കുന്നവൻ അവിടെ മത്സരിക്കുമ്പോണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ഈ വളർച്ചയുടെ ഇടയ്ക്ക് വളരെ പിണക്കേണ്ടി വന്നിട്ടുണ്ടാകും. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലർക്ക് ചെയ്തു കൊടുക്കണം. ഇതെല്ലാം വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ MP രാജേഷ് ആദ്യം അവിടെ മത്സരിച്ച സമയത്ത്
സതീശൻ പാച്ചേരിയുടെ 4000 വോട്ടിന് മറ്റോ ജയിച്ചത്. അന്ന് ഞാനവിടെ CPM-ൻ്റെ ഒരു ഏരിയയിൽ ഒരു ലോക്കൽ സെക്രട്ടറി മറ്റേ കണ്ടപ്പോൾ അവനാൾ ശരിയില്ല. മനസ്സിലായി. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എൻ്റെ നടുവ് കിടക്കും. പിന്നെ ഇവൻ നമ്മളിടയിൽ നിന്ന് വളർന്നു ഇവനെങ്ങനെ പെട്ടെന്ന് ആളായി, ഒരു സുരേന്ദ്രൻ്റെ ആളായതുകൊണ്ടാണ്, മുരളീധരൻ്റെ ആളായതുകൊണ്ടാണ്, അങ്ങനെയൊക്കെയുള്ള സാധനം. കാരണം നമുക്ക് ഈ കൃഷ്ണകുമാർ ഒരു ഓർഗനൈസർ എന്നല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേക കഴിവുള്ളത് നമുക്കറിയില്ല. പ്രത്യേക കഴിവുള്ള ഒരാളെ അയാൾ വളർന്നു ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ 3-4 ജേർണലിസ്റ്റ് ഇവിടെ അല്ലെങ്കിൽ ധനുഷ് മാത്രം പെട്ടെന്ന് ഫോക്കസിലേക്ക് വരുമ്പോൾ അവൻ മറ്റുണ്ടായിരിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ജോൺ വിട്ടാസ് അതിൽ ദേശാഭിമാനി മാധ്യമ പ്രവർത്തനമാണ്, അദ്ദേഹത്തിൻ്റെ സീനിയറും ജൂനിയറുമായിട്ട് പലരും ഉണ്ട്. അവർക്ക് കിട്ടാത്ത ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് കിട്ടുമ്പോണ്ടാകുന്ന ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാവും. അതുപോലെയാണത്. അപ്പം അവിടുത്തെ അതൊരു അങ്ങനെ വലിയ ഈ ഹൈപ്പ് മീഡിയ കൊടുത്തു. അതിൻ്റെ മുന്നേ BJP ആടി. പിന്നെ എന്ത് പറഞ്ഞാൽ BJP എവിടെ മലപ്പുറത്താണെങ്കിൽ പോലും ഞങ്ങൾ 10,000 വോട്ടിന് ജയിക്കും എന്ന് പറയുന്ന തള്ളൽ കുറച്ച് BJP-ക്കാർ കൂടുതലാണ്. നമ്മളെ ഒന്നും പ്രതികരിക്കാൻ പോകാറില്ല. തള്ളലാണ്. സുരേന്ദ്രനല്ല ചില BJP-ക്കാർക്ക് ഉണ്ട്. ചിലരത് വളരെ ഗോപാലകൃഷ്ണനൊക്കെ ലോജിക്കലായിട്ട് പറയും. നമുക്കത് വിശ്വസിക്കും. വെറുതെ അങ്ങ് തള്ളും. അപ്പോൾ ഈ തള്ളലിൻ്റെ പുറത്തുണ്ടാക്കിയ അമിതമായ ഒരു പ്രതീക്ഷയാണ്. പിന്നെ മീഡിയ ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മെയിൻ സ്ട്രീം മീഡിയ ഈ ബൈ-ഇലക്ഷൻ ആകുമ്പോൾ അവർ ഒരുപാട് ഹൈപ്പ് കൊടുക്കും. ഇതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ അതിൽ കൂടുതൽ പ്രത്യേകിച്ച് അതിലൊന്നും എനിക്കൊന്ന് ഈ സരിന് കിട്ടിയ ഒരു വലിയ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ഭൂരിപക്ഷം അത് വലിയൊരു ഭൂരിപക്ഷമാണ്. അത് എങ്ങനെ BJP-ക്ക് വോട്ട് കുറഞ്ഞ ആ വോട്ടാണോ ഇങ്ങോട്ടേക്ക് കിട്ടിയത്? ആ വോട്ട് സ്വാഭാവികം രാഹുൽ ഞാനത് ഇപ്പം ഈ നിയമസഭ ബൈ-ഇലക്ഷൻ പ്രഖ്യാപന സമയത്ത് ഏഷ്യാനെറ്റ് ഫസ്റ്റ് ഡിസ്കഷൻ ഞാനായിരുന്നു. അപ്പം അന്ന് ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. ഒരു ഫൈറ്ററായിട്ടുള്ള ഒരു MLA ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഫൈറ്ററായിട്ട് നന്നായി സംസാരിക്കും. ഇവന് നല്ല ഫൈറ്ററാണ്. ഇപ്പം നമ്മുടെ മാത്യു കോയൽനാടനെ പോലെ അപ്പം ഭരണകക്ഷിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരാൾ. ഒന്നത്. രണ്ട്, ഈ മുസ്ലിം ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഇവന് വേണ്ടി മരിച്ചിറങ്ങിയിട്ടാണ്. അവർ ഈ നമ്മൾ ഈ ഫുട്ബോൾ കളിക്കുക. ഇന്ത്യക്ക് ഒരിക്കലും വേൾഡ് കപ്പ് ഫുട്ബോൾ സോഫ കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ അർജന്റീനേൻ്റെയും ചിലിയുടെ ഒക്കെ കൊടി ഉണ്ടാവും. കാരണം നമ്മൾ അതിൻ്റെ ഭാഗം കൂടുക. അപ്പോൾ SDPIക്ക് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇവിടെ ഒറ്റയ്ക്ക് അവരെ പേര് പറഞ്ഞാൽ പിന്നെ എന്താണ് ഉള്ള വോട്ടും കിട്ടാതെയാവും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് ഇങ്ങനെ ആളുകളെ പ്രഖ്യാപിച്ചിട്ട് പിന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അവരുടെ വിജയം നമ്മൾ അർജന്റീന അയച്ചാൽ നമ്മൾ ഇവിടുന്ന് പയ്യന്മാർ ബൈക്ക് റാലി നടത്തുന്ന പോലെ അവരങ്ങ് ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ പരമാവധി വോട്ടുകൾ അവർ ക്യാൻവാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പാലക്കാട് ജയിച്ചത് അല്ല ഈ ഭൂരിപക്ഷത്തിലെ വന്നതിൽ അവരുടെ ജയിക്കുന്നതിന് എനിക്ക് തോന്നുന്നത് ജയിക്കുന്ന വളരെ ലിബറൽ മുസ്ലിംസിനെല്ലാം വോട്ട് കിട്ടിയാൽ ജയിക്കാം. ലിബറൽ ഹിന്ദുസ് മാത്രമല്ല അവരുടെ വോട്ട് കിട്ടുമെന്ന് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒന്നാമത് ഈ രാഹുൽ മാങ്കൂട്ടം വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് മത്സരിച്ചുകൊണ്ടിരുന്നാണ്. ബൈറ്റ് കണ്ടിട്ട് കാണുമല്ലോ. ആ രാഹുൽ മാങ്കൂട്ടം SDPI ഓഫീസിൽ അച്ചടക്കത്തോടുകൂടെ പോയി താണുകയാണ് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വാർത്ത എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തകർ, ഈ SDPI ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഈ ഖുറാനും കൊണ്ടുപോയി മുസ്ലിംസിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനല്ലാതെ വേറെ ആർക്കും വോട്ട് ചെയ്യില്ല എന്ന് അവർ സത്യം ചെയ്ത് മേടിച്ചു എന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല. പൊതുവെ ഇസ്ലാമിനോടൊക്കെ ബഹുമാനമുള്ള ഖുർആൻ ഇങ്ങനെയുള്ള ചീപ്പ് മത്സരത്തിനും എടുക്കില്ല. പക്ഷേ വില വൃത്തിയിട്ടവന്മാർ യുദ്ധത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകൻ്റെ കൊച്ചുമോനെതിരെയുള്ള യുദ്ധത്തിൽ മോവിയ എന്ന നാറി ഈ സാധനം വെച്ചുകൊണ്ടാണ് അവസാനം അവസാനം അയാളുമായി യസീദ് പ്രവാചകൻ്റെ കൊച്ചുമോനെ അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അതിന് ചില നാറികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു വിശ്വാസം ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഈ ഖുർആനോ ഗീതയോ ബൈബിളോ നമുക്ക് ഈ പറയുന്ന ഡേ ടു ഡേ പൊളിറ്റിക്സിന് എടുക്കേണ്ട സാധനമല്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസികൾ തന്നെ തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് അതിന് പറയാവുന്നത്. രണ്ട്, ഇലക്ഷൻ വരുമ്പോൾ ഞാനാണെങ്കിലും ധനുഷാണെങ്കിലും അത് ചൂട് പിടിച്ച് വരുമ്പോൾ അല്ലാത്ത ആങ്സ് ഞാൻ കോളേജ് യൂണിയൻ ഇലക്ഷനൊക്കെ മത്സരിച്ചത് എനിക്കറിയാം. ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പം സിന്ധു ജോയിയെ പറ്റി പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. സിന്ധു ജോയി അന്ന് 10,000 വോട്ടിനാണ് തോറ്റത് എറണാകുളം. അപ്പോൾ സിന്ധു ജോയിനോട് ആരോ ഒന്ന് പറഞ്ഞു, CPI-ക്കാർ ആരോ വന്നു, അവിടെ ഒരു കോൺവെന്റ് ഉണ്ട് മോൾ, അവിടെ ഒന്ന് പോയിട്ട് പോയാൽ നല്ലതായിരിക്കുന്നു. സിന്ധു ജോയി വിശ്വാസിയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് സമയത്ത് തലക്ക് സിന്ധു ഞാനതിനും പോയില്ല എന്നെ പറഞ്ഞു. അപ്പോൾ ആ ഏരിയ തന്നെ ഏതാണ്ട് 5,000 വോട്ടുണ്ട് ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെ. അത് മൊത്തം പോയി കിട്ടി. സിന്ധുവിനെ പിന്നെ ഞാൻ പറഞ്ഞു സിന്ധു അങ്ങനെ സംഭവം ഉണ്ടായി. ഞാൻ കേട്ടു. സിന്ധു ഓർക്കുന്നില്ല. സിന്ധുവിൻ്റെ പള്ളിപ്പാട്ടൊക്കെ പാടി. അപ്പം ഇതേമാതിരി പറഞ്ഞാൽ അതിൻ്റെ നഷ്ടം എന്ന് വെച്ചാൽ എതിരാളിക്കാണ്, അതിൻ്റെ ലാഭം എതിരാളിക്ക്, നഷ്ടം നമുക്കാണ്. അപ്പോൾ സ്വാഭാവികം ചിലപ്പോൾ പോയിട്ടുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാനാണെന്ന് ധനുഷാണ് മത്സരിക്കുമ്പോൾ ആ മത്സരം ജയിക്കാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ ആ പ്രധാനമായ സ്വാധീനമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കൺവിൻസിംഗ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തിൽ ഇപ്പോൾ വോട്ട് പോകണ്ട. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വരെ അതെ മഹാബലി അത് പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താ അറിയോ, ഇപ്പോൾ ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കിടക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരും CPI-ക്കാരും എനിക്ക് വോട്ട് ചെയ്യൂ എന്നെ വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞല്ല അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. BJP ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി മെനയുന്നത്. അല്ല അതെ, അത് ഒരു BJP ഒരു ഭീകരജീവി എന്നുള്ള പ്രതീതി ഉണ്ടാക്കി വെക്കി. അത് ഉണ്ടാക്കുന്ന ഈ ഉത്തരേന്ത്യ ഇതൊക്കെ ചില സാധനങ്ങൾ വരും. ചില സാധാരണ തട്ടുള്ള RSSകാരോടൊക്കെ BJP-യുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് പേടി ഉണ്ടാക്കുന്ന രീതിയിലോ അത് മോളത്തന്നെ അല്ലേ അമ്മ. അപ്പോൾ അതെല്ലാം കൊണ്ട് അങ്ങനെ BJP ജയിക്കലെന്ന് പൊതുവെ മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, പുറത്തില്ലാന്നേ ഉള്ളൂ.
അതിൻ്റെ ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഞാൻ കേരളത്തിൽ കണ്ട കാര്യം എന്നത് ഹിന്ദുക്കൾ വരെ ബി ജെ പി അയക്കുന്നത്, ബി ജെ പി എന്ന് ചാണകം എന്നൊക്കെ തൃശ്ശൂർ എന്ന് പറയാപ്പം പല ആൾ ഹിന്ദുക്കൾക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവസ്ഥ കേരളത്തിലുണ്ട്. അത് എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ആരായിരിക്കും ബി ജെ പിയുടെ പ്രസിഡന്റായിട്ട് വരാൻ? എനിക്ക് തോന്നുന്നു മുരളീധരൻ തന്നെ ആയിരിക്കും. മുരളീധരൻ വന്ന ബി ജെ പി രക്ഷപ്പെടും. മുരളീധരൻ മുരളീധരൻ ഒരു ദിവസം പ്രൂവ് ചെയ്താണല്ലോ. മുരളിയാണ് 16% വോട്ടിലേക്ക്. ശോഭാ സുരേന്ദ്രൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടായിട്ട്. ശോഭ എനിക്ക് അറിയില്ല അത്ര നടക്കുമെന്നുള്ളത്. മുരളിക്ക് കുറച്ചുകൂടി ഭാഷയും ഡൽഹിയിലുള്ള സ്വാധീനവും, പിന്നെ മുരളി പിന്നെ ലൂസ് ടോക്കിന് നിൽക്കില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പക്ഷേ ലൂസ് ടോക്ക് വരും എന്നുള്ളത്. അപ്പം കുറച്ചുകൂടി മിസ്റ്റർ ക്ലീൻ ഇമേജ് ആർക്കുണ്ട്? മുരളീധരന് സ്വാധീനമുണ്ട്. അപ്പം പിന്നെ അറിയില്ല, പിന്നെ ഫൈനലി RSSന്റെ തീരുമാനമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.